നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. CPMന്റെ പാർട്ടി യോഗമാക്കി മാറ്റാൻ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറി ശ്രമിക്കുന്നു എന്നാരോപിച്ച് UDF അംഗങ്ങളും നേതാക്കളും യോഗം ബഹിഷ്കരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ രാഷ്ട്രീയ പ്രേരിതമായ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ സെക്രട്ടറിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കി. UDF നേതാക്കളുടെയും മെമ്പർമാരുടെയും നേതൃത്വത്തിലാണ് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്കൂളിലെ അഗ്നിശമന ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നഗരസഭാ പരിധിയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും വടക്കാഞ്ചേരി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗത്തിൽ അംഗീകാരം. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുടിവെള്ള വിതരണം, തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി, പൊതുമരാമത്ത് പ്രവർത്തികൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു. അടിയന്തരമായി പരിഗണിക്കേണ്ട 18ഓളം അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷം അംഗീകരിച്ചത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയോട് ചേർന്ന് ജല അതോറിറ്റിയുടെ പൈപ്പ് നിരന്തരമായി പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും വലിയ ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ വെള്ളം തുറന്നുവിട്ടപ്പോൾ വീണ്ടും പൈപ്പ് പൊട്ടിയത് അധികൃതരുടെ പരാജയമാണെന്നും കടുത്ത വേനലിൽ കുടിവെള്ളം പാഴാകുന്നത് അനുവദിക്കാനാവില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. റോഡ് ചളിക്കുളമായതോടെ ഗതാഗത തടസ്സവും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടും നേരിടുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. പ്രകൃതിരമണീയമായ ആറ്റൂർ അസുരംകുണ്ട് ഡാമിലേക്ക് വിനോദസഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കണമെന്ന ആവശ്യവുമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 7 വർഷം മുമ്പ് വനം, ഇറിഗേഷൻ വകുപ്പുകൾ അടച്ചുപൂട്ടിയ ഡാം സന്ദർശകർക്കായി തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ആവശ്യപ്പെട്ടു. ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഇവിടം തുറന്നുകൊടുക്കുന്നത് പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി.